ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, ഇന്ന് 4 സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഇന്ന് ജൂൺ മാസം 13-ാം തീയതിയാണ്. അപ്പം ജൂൺ മാസം 14-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഏകദേശം 11ഓളം റിലീസുകളാണ് ജൂൺ മാസം 14-ാം തീയതി റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതുകൂടാതെ ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു മലയാള സിനിമയാണ്. 8 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. 1.25 മണിക്കൂറെ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും കണ്ടിട്ട് ഈ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു തെലുങ്ക് ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. റഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു സീരീസ് ആണ്. ദ ബോയ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സീരീസ് ആണ്. 4ാമത്തെ സീസണാണ് ഈ ഒരു സീരീസിന്റെ. ഒരു സയൻസ് ഫിക്ഷൻ, ഫാന്റസി, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ടൊററ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടൊററ്റ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം, ഐറ്റ്യൂൺസ്, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 റിലീസുകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നാളെ, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജൂൺ മാസം 14-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഡിയർ നാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12-ന് ശേഷം തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമയാണ്. ജനനം 1947, പ്രണയം തുടരുന്നു എന്നാണ് ഈ ഒരു ഡ്രാമ മൂവിയുടെ പേര് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ സിനിമ പിന്നെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഗ്യാങ്സ് ഓഫ് ഗോദാവരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്റർ റിലീസ് ഏകദേശം 10-15 ദിവസമായിട്ടേ ഉള്ളൂ. തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു ആക്ഷൻ മൂവി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. കുരങ്ങു പെടൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഒരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുത്തൊരു ഹിന്ദി മൂവിയാണ്. ലവ് കി അറേഞ്ച് മാരേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുത്തൊരു ഹിന്ദി മൂവിയാണ്. മഹാരാജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ഉച്ചയോട് കൂടിയൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ മറ്റു ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്ന് അറിഞ്ഞിട്ടില്ല. ഹിന്ദി ഭാഷയിലാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നത്. മറ്റു ഭാഷയിൽ റിലീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഒരു തെലുങ്കു സീരീസ് ആണ്. പർവു എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5 ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഭാഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫാൾ ഗൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സിനിമയാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിരുന്നുള്ളൂ. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം ബുക്ക് മൈ ഷോസ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ദ അയൺ ക്ലോ എന്ന് പറഞ്ഞൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദി ഭാഷയിലുമായിട്ട് ഈ ഒരു സിനിമ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു ആനിമേഷൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അൾട്രാമാൻ റൈസിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോട് കൂടിയായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്കു സീരീസ് ആണ്. ഒരു മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. യക്ഷിണി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. വേദിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജൂൺ മാസം 14-ാം തീയതി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ചിലപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നമുക്കൊരു സർപ്രൈസും പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ
വെള്ളിയാഴ്ച പിന്നെ ആമസോൺ പ്രൈമിൽ സ്റ്റാർ എന്ന് പറഞ്ഞ കെവിൻ്റെ തമിഴ് സിനിമ റിലീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരാഴ്ച, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏതെങ്കിലും ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജൂൺ മാസം 14-ാം തീയതി ഈ വീക്കെൻഡിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി നമുക്ക് മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത് മമ്മൂക്ക അഖിൽ അക്കിനിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വമ്പൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു, തെലുങ്ക് സിനിമയായിരുന്നു ഏജന്റ് എന്ന് പറഞ്ഞ സിനിമ. ഏകദേശം 80-90 കോടി ബജറ്റിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. 10 കോടിയോ 20 കോടി അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഈ 10 കോടി 5-10 കോടിയായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു വമ്പൻ പരാജയമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സോണി ലീവ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. 2 തവണ ഇവർ ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചതായിരുന്നു, ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ എന്തോ കേസ് കാരണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ ആ സമയങ്ങളിലൊന്നും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തെലുങ്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ മാസം 23-ാം തീയതി ഈ ഒരു സിനിമ പിന്നെ സോണി ലീവ് വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 തവണ മാറ്റിയതായതുകൊണ്ട് 3-ാം തവണയും മാറ്റുമോ, 2-3 അതോ 3-ാം തവണയും മാറ്റുമോ എന്നുള്ളത് അറിയില്ല. അവിടെ ഒഫീഷ്യൽ പേജിലൊന്നും വന്നിട്ടില്ല, തെലുങ്ക് മാധ്യമങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 23-ാം തീയതി ഈ ഒരു സിനിമ സോണി ലീവ് വഴി റിലീസ് ചെയ്യോ ഇല്ല എന്നുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സോണി ലീവിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും തെലുങ്ക് ഭാഷ മാത്രമായിരിക്കില്ല, മലയാളം അടക്കമുള്ള ഭാഷയിലും ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നാളെ മലയാളത്തിൽ നിന്നുള്ള ഗിർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. കുഞ്ചാക്കോ ബോബൻ അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പോയി കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ DNA എന്ന് പറഞ്ഞൊരു മലയാള സിനിമ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്, അതും കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.